അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്ര ഇന്ന് എൻ്റെ നാട്ടിൽ കോട്ടയത്തെത്തുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ജനുവരി 1 മുതൽ തുടങ്ങിയ ഈ യാത്ര പല ജില്ലകളിലൂടെയും സഞ്ചരിച്ച് കോട്ടയത്തെത്തുമ്പോൾ ഇതിനിടയിൽ സഞ്ചരിച്ച ജില്ലകളിലൊക്കെ പല മനുഷ്യരെയും കണ്ട് മനുഷ്യരുമായി സംവദിച്ച് മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച് പല രാഷ്ട്രീയ നേതാക്കളെയും ഒപ്പമിരുത്തിയും ഒപ്പമിരുന്നും പല നേതാക്കന്മാരുമായും സൗഹൃദം പങ്കിട്ടുമൊക്കെയാണ് കേരളയാത്ര കോട്ടയത്തെത്തുന്നത്. ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം എന്തുകൊണ്ടും കാലികമാണ്. മനുഷ്യർക്കൊപ്പം, മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ, മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, മതത്തിൻ്റെ പേരു പറഞ്ഞു മനുഷ്യർ പരസ്പരം മത്സരിക്കാതിരിക്കാൻ, അങ്ങനെ പല ലക്ഷ്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ അധികം ആളുകളും ഈ യാത്ര ഏറ്റെടുത്തു കഴിഞ്ഞു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ, മുസ്ലിം ലീഗുകാർ, കോൺഗ്രസ്സുകാർ, SDPI അങ്ങനെ പലരും കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ഈ കേരള യാത്രയ്ക്ക് അഭിവാദ്യവും ആശംസയുമൊക്കെ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും ജില്ലകൾ കടന്ന് കേരളയാത്ര കോട്ടയത്തെത്തിയത്. അങ്ങനെ നടക്കുന്ന ഈ കേരളയാത്രയ്ക്കിടയിൽ ചില ആളുകൾ മനഃപൂർവ്വം വിവാദമുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനുമൊക്കെ ശ്രമിച്ചിട്ടുമുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയിൽ കേരളയാത്ര എത്തിയപ്പോൾ മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്ന ഒരു ചർച്ചയുണ്ടായി. അത് പുറത്തു വന്നതോടുകൂടി പലരും ഉറഞ്ഞു തുള്ളുകയാണ്. സംഖ്യകളാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്താണ് കാര്യമെന്നും എന്തിനാണ് വിഭജിക്കണമെന്ന് പറഞ്ഞതെന്നും മനസ്സിലാക്കാതെ അതിനിടയിലും വർഗീയതയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഖ്യകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചില ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ കണ്ടു. ആ വിഷയത്തിൽ രണ്ടാളുകളുടെ പ്രതികരണം. ഒരാൾ കാണുമ്പോൾ തന്നെ, സംസാരം കേൾക്കുമ്പോൾ തന്നെ ഏതാണ് ഇനമെന്ന് നമുക്കറിയാം. ഒന്ന് കേട്ടു നോക്കാം. കേരളത്തിന്റെ മലപ്പുറം ജില്ല വിഭജിക്കണം കേട്ടോ. അടുത്ത് പാകിസ്ഥാൻ ആക്കണമെന്നാണോ കാന്തപുരത്തിന്റെ ആഗ്രഹം, അതോ മലപ്പുറം ജില്ല മറ്റൊരു സംസ്ഥാനമായി മാറ്റണമെന്നാണോ കാന്തപുരത്തിന്റെ അഭിപ്രായം? ഏവനാണ് ഈ കാന്തപുരം? അവനാരാ? ഇവിടുത്തെ കേരളത്തിന്റെ രാജാവോ? ആരാടോ കാന്തപുരം? ആരാണ് കാന്തപുരം എന്നൊക്കെ കേരളക്കാർക്കറിയാം. എന്തോ ആകട്ടെ, ആരായാലും ഇവൻ ഇതിനകത്ത് ശ്രമിക്കുന്നത് എന്തിനാണ്? കാന്തപുരം ഉസ്താദ് എന്താണോ പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരം കേട്ടപ്പോൾ, ആ കോലം കണ്ടപ്പോൾ ഏതാണ് വർഗമെന്ന് മനസ്സിലായല്ലോ. ഇവനൊക്കെ സത്യത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ നാട്ടിലൊരു വർഗീയമായ വിഭജനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് പോലും ആ സാധുവിന് മനസ്സിലായിട്ടില്ല. എന്നാൽ ചില ആളുകൾ അവർ ഇത്തരത്തിൽ സംഖ്യകൾക്ക് വേണ്ടിയോ കുത്തിത്തിരിപ്പിന് വേണ്ടിയോ വർഗീയതയ്ക്ക് വേണ്ടിയോ ഒന്നും സംസാരിക്കുന്നവരല്ല. പക്ഷെ അവർ പോലും പറഞ്ഞതെന്താണെന്ന് മനസ്സിലാക്കാതെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി, അവരുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അവരും ഈ വിഷയം ഏറ്റെടുത്ത് കാന്തപുരം ഉസ്താദ് എന്തോ വലിയ അപരാധം പറഞ്ഞു എന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. മലപ്പുറം വിഭജിക്കണമെന്ന് കാന്തപുരം ഉസ്താദ് വന്ന് പറഞ്ഞാല് ഇപ്പോ യത്തീമക്കളെ സഹായിക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു എന്നൊക്കെ വെച്ചിട്ട് ഇതൊന്നും ഒരിക്കലും നമ്മുടെ കാന്തപുരം ഉസ്താദിന്റെ കുടുംബ സ്വത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഉസ്താദ് ചെയ്യുന്നതൊന്നും അല്ലല്ലോ. ഫണ്ട് രൂപീകരിച്ചും പിരിവ് നടത്തിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇപ്പം ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഉസ്താദ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം, നടപ്പാക്കണമെന്നുണ്ടോ? ഇന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞതുപോലെ നാളെ കുറച്ച് ഹിന്ദുക്കൾ വന്നിട്ട് അവർക്കൊരു ഏരിയ വിഭജിക്കണം, അല്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യാനികൾ വന്നിട്ട് അവർക്ക് കുറച്ച് ഏരിയ വിഭജിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു സംശയം മാത്രമാണ്. ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഇപ്പൊ നാളെ മലപ്പുറത്തെ വിഭജിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇന്നിപ്പോ ഒരു ജില്ലയായിട്ട് നിൽക്കുന്ന മലപ്പുറത്തെ വിഭജിച്ച് അതിനകത്ത് മുസ്ലിംസിനെ മാത്രം കുത്തി നിറച്ച്
അതിനെ ഒരു വേറൊരു സംസ്ഥാനമാക്കി രൂപീകരിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കുമല്ലോ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നതല്ലേ. അപ്പൊ നമ്മുടെ കാന്താപുരം ഉസ്താദിന് ഇങ്ങനെ വിഭജിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ രാജഭരണമായിരിക്കോ അത് ജനാധിപത്യമായിരിക്കോ? ഇനിയിപ്പോ രാജഭരണം ആയാലും ജനാധിപത്യം ആയാലും അവിടുത്തെ മുഖ്യമന്ത്രി ഇപ്പൊ ജനാധിപത്യമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ കാന്താപുരം ഉസ്താദ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ സംസ്കാരം മാറും എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഭാഷ മലയാളം അല്ലേ. അപ്പോ ഉറപ്പായിട്ടും അതൊരു മുസ്ലിങ്ങൾ മാത്രം പാർക്കുന്ന ഒരിടം ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവിടെ ഇനിയിപ്പോ മലപ്പുറത്തുള്ള ആളുകളൊക്കെ എന്തായാലും അറബിയും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പ്രായമായ ഒരു മനുഷ്യനല്ലേ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്നും നിങ്ങൾ എന്തിനാണ് ഈ ഒരു പ്രസ്താവന പറഞ്ഞതെന്നൊക്കെ ഉള്ള മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എല്ലാ മലയാളികൾക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാളികൾക്ക് കഴിവുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വിവരക്കേട് കൊണ്ടാണ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എവിടം വരെയൊക്കെയാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഇതൊരു സംസ്ഥാനമാക്കുക, കാന്തപുരം ഉസ്താദ് അതിനകത്ത് മുഖ്യമന്ത്രിയാവുക എന്നൊക്കെ. ഇത് സത്യത്തിൽ ഈ പറയുന്ന വാക്ക് അവരുടെ വിവരക്കേടാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഈ വിവരക്കേടിനെ വലിയ ഒരു ആയുധമാക്കി നമ്മുടെ നാട്ടിലെ സംഘികൾ ഉപയോഗിക്കും. അവർക്ക് ആരുടെയെങ്കിലും ഒരു പിന്തുണ കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് പറഞ്ഞത് വിവരക്കേടാണോ എന്നൊന്നും ചിന്തിക്കില്ല. അവരെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സംഘികൾ നാളെ ഇത് പ്രചരിപ്പിക്കും. ഈ പെൺകുട്ടി ഏതാണ്, മുസ്ലിമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ പെൺകുട്ടി സംഗതി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സംസ്ഥാനം അത് രൂപീകൃതമാകുന്നത് 1956 നവംബർ 1 ഈ സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് എത്ര ജില്ലയാണ് ഉണ്ടായിരുന്നത്? 5 ജില്ലയാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, പിന്നെയുള്ള ഒരു ജില്ല മലബാറാണ്. ഈ 5 ജില്ലയിൽ നിന്ന് ഇന്ന് 14 ജില്ലകളായി കേരളം മാറി. എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത്? ജനങ്ങൾ വർദ്ധിച്ചു, ജനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി അവരുടേതായ കാര്യങ്ങൾക്ക് ഭരണകേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ പോകാനുണ്ടാവും. അങ്ങനെ പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയാണ് ജില്ലകളായി പലതിനെ വിഭജിക്കുന്നത്. ഇപ്പം ഈ മലപ്പുറം ജില്ല തന്നെ അത് 1969 കോഴിക്കോടും പാലക്കാടും ആ ജില്ലകളിൽ നിന്ന് വിഭജിച്ചുണ്ടായ ഒരു ജില്ലയാണ് മലപ്പുറം. ഇത് മലപ്പുറം മാത്രമല്ല, നമ്മുടെ ഇടുക്കി ജില്ല അങ്ങനെ ഉണ്ടായതാണ്, കോട്ടയവും എറണാകുളവും കൂടി. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ല അത് കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗം വിഭജിച്ചിട്ടുണ്ടായതാണ്. കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗം വിഭജിച്ച് തന്നെയാണ് വയനാട് ജില്ലയും ഉണ്ടായത്. കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും മലയോര ഭാഗങ്ങൾ വിഭജിച്ചിട്ടാണ് വയനാട് ജില്ലയുണ്ടാകുന്നത്. പത്തനംതിട്ട ജില്ലയുണ്ടായതും വിഭജിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജില്ലകൾ വിഭജിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്തിനാണ് അങ്ങനെ വിഭജിക്കുന്നത്? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും ഭരണകേന്ദ്രങ്ങളിൽ സന്ദർശിക്കേണ്ടി വരും, പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പോകേണ്ടി വരുമ്പോൾ അവരുടെ സൗകര്യത്തിനും എളുപ്പത്തിനും വേണ്ടിയാണ്. ഇപ്പം മലപ്പുറം ജില്ല മാത്രമല്ല, കേരള യാത്രയിൽ എറണാകുളം ജില്ലയും വിഭജിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മൂവാറ്റുപുഴയിലുള്ള ഒരാൾക്ക് അയാളുടെ എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ പോകണം, അല്ലെങ്കിൽ പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട് SP ഓഫീസിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ പോകേണ്ടി വരും. ഇതൊക്കെ കേരളത്തിൽ ഒരു ജില്ലയിൽ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ മൂവാറ്റുപുഴയിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ കാക്കനാടോ എറണാകുളത്തോ ഒക്കെ വരേണ്ടി വരും. ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെയാണെങ്കിൽ തിരൂരുള്ള ഒരാൾക്ക് മലപ്പുറത്ത് വരേണ്ടി വരും, നിലമ്പൂരുള്ള ആൾക്ക് മലപ്പുറത്ത് വരേണ്ടി വരും. അങ്ങനെ ജനങ്ങൾക്ക് പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. സഞ്ചരിച്ചു വന്നാലോ പല ഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ കാരണം അവിടെ തിരക്കായിരിക്കും, കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടില്ല, പേപ്പറുകൾ നീങ്ങില്ല. അങ്ങനെയൊക്കെ പല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെ ലഘൂകരിക്കാനാണ് ജില്ല വിഭജിക്കണം എന്ന ഒരു അഭിപ്രായം
കാന്തപുരം ഉസ്താദിൻ്റെ ഈ കേരള യാത്രയിൽ മുമ്പോട്ട് വെച്ചത്. കേരള യാത്രയുടെ പ്രമേയം എന്താണ്? മനുഷ്യർക്കൊപ്പം എന്നാണ്. അപ്പം മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നത്. അതല്ലാതെ മതപരമായ ഒരു വിഭജനമോ ഒരു സംസ്ഥാനമാക്കി പ്രഖ്യാപിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിയാകലോ ഒന്നും ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമല്ല. അതാ പറഞ്ഞ അഭിപ്രായങ്ങൾ പൂർണ്ണമായി കേട്ടാൽ ആർക്കും ബോധ്യപ്പെടുന്നതാണ്. ബോധ്യപ്പെടാത്തത് സംഖ്യകൾക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് അവരതിനെ വിമർശിച്ചുകൊണ്ട് അതിൽ വെള്ളം കലക്കി മീൻ പിടിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലതും പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് ഇതുപോലെയുള്ള പെൺകുട്ടികൾ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? എത്രമാത്രം വലിയ വിവരക്കേട് ആണവർ പറഞ്ഞു വെച്ചത്. കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം മനുഷ്യരോടൊപ്പം എന്നതായതുകൊണ്ട് തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നത് ഈ യാത്രയുടെ ദൗത്യമാണ്. മനുഷ്യർക്ക് വേണ്ടി ഈ യാത്രയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കും.